നമസ്കാരം. പ്രധാന വാർത്തകൾ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച് രഞ്ജിത്ത്. ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവെച്ച് രഞ്ജിത്ത്. രാജിക്കത്ത് സർക്കാരിന് കൈമാറി. രഞ്ജിത്ത് രാജിവെക്കേണ്ടത് അനിവാര്യമാണെന്ന് LDF നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് രഞ്ജിത്ത് രാജിവെക്കാൻ നിർബന്ധിതനായത്. രഞ്ജിത്ത് ഇന്നലെ തന്നെ കാറിൽ നിന്ന് ഔദ്യോഗിക നെയിം ബോർഡ് മാറ്റിയിരുന്നു. വയനാട്ടിൽ നിന്നും ഇന്നലെ കോഴിക്കോട്ട് വസതിയിലേക്ക് മടങ്ങിയെത്തിയ രഞ്ജിത്ത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന് രാജിക്കത്ത് കൈമാറിയെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവനടിയുടെ വെളിപ്പെടുത്തലിൽ അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖിനെതിരെ കേസെടുക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. പള്ളിത്തർക്കത്തിന്റെ പേരിൽ സൈബർ ആക്രമണം, തുടർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് അധ്യാപിക. സൈബർ ആക്രമണ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ കയറിയിറങ്ങി കേസെടുപ്പിച്ചിട്ടും പത്തനംതിട്ട അടൂർ പോലീസ് തുടർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് അധ്യാപിക. മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് അന്വേഷണ ചുമതല കൈമാറണമെന്നും പരാതിക്കാരി ആവശ്യപ്പെടുന്നു. മാർത്തോമ സഭയിലെ പള്ളിത്തർക്കത്തിന്റെ പേരിൽ കുടുംബ സുഹൃത്തായ വൈദികനൊപ്പം പൊതുസ്ഥലത്ത് നിൽക്കുന്ന ചിത്രം ഉപയോഗിച്ച് സൈബർ ആക്രമണം നടത്തിയെന്നായിരുന്നു പരാതി. ഓഗസ്റ്റ് 18-ന് FIR രജിസ്റ്റർ ചെയ്തു. പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് അധ്യാപിക പറയുന്നു. മാർത്തോമ സഭയിലെ പള്ളിത്തർക്കത്തിൽ തന്നെ ഇരയാക്കി. കുടുംബ സുഹൃത്തായ വൈദികനുമൊത്ത് ഭക്ഷണശാലയിൽ നിൽക്കുന്ന ചിത്രം മോശം വാചകങ്ങളോടെ സഭാഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചു. മാർത്തോമ സഭക്കാരായ 6 പേരും ഓൺലൈൻ ന്യൂസ് ചാനൽ ഉടമയ്ക്കെതിരെയും കേസെടുത്തെങ്കിലും പിന്നീട് പോലീസ് സ്വാധീനത്തിന് വഴങ്ങിയെന്നാണ് ആക്ഷേപം. ശുചിമുറി ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ട് രാത്രി വീട്ടിലെത്തി കവർച്ച. തിരുവനന്തപുരം സ്വദേശിനി കോഴിക്കോട് അറസ്റ്റിൽ. രാത്രിയിൽ ശുചിമുറി ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വീട്ടിലെത്തി കവർച്ച. തിരുവനന്തപുരം സ്വദേശിനി കോഴിക്കോട് അറസ്റ്റിൽ. അപരിചിതയായ സ്ത്രീ രാത്രി ശുചിമുറിയിൽ പോകണമെന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം എത്തിയത്. ചെട്ടിയാമ്പാറ പറങ്കോട്ട് ആനന്ദഭവനിൽ താമസിക്കുന്ന സോഫിയ ഖാനെ കുറ്റ്യാടി പോലീസ് ഇൻസ്പെക്ടർ കൈലാസ്നാഥും സംഘവും അറസ്റ്റ് ചെയ്തു. അമ്പലക്കുളങ്ങര നിട്ടൂർ റോഡിലെ കുറ്റിയിൽ ചന്ദ്രയുടെ വീട്ടിലാണ് അധികം കേട്ടുകേൾവിയില്ലാത്ത മോഷണശ്രമം നടന്നത്. അത്യാവശ്യമായി ശുചിമുറിയിൽ പോകണമെന്നും സൌകര്യം ചെയ്യാമോ എന്ന് ചോദിച്ച സോഫിയ ചന്ദ്രയുടെ വീട്ടിലെത്തുകയായിരുന്നു. ഈ സമയത്ത് ഇവർ വീട്ടിൽ തനിച്ചായിരുന്നു. പുറത്തെ ബാത്റൂം കാണിച്ചു കൊടുത്തപ്പോൾ യുവതി ചന്ദ്രയോടും കൂടെ വരാൻ ആവശ്യപ്പെട്ടു. രാത്രിയായതിനാൽ ഭയം കാരണമാകുമെന്ന് കരുതി സോഫിയയ്ക്കൊപ്പം നടന്ന ചന്ദ്രയെ യുവതി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ഇവരുടെ കഴുത്തിലുണ്ടായിരുന്ന മാല തട്ടിയെടുക്കുകയുമായിരുന്നു. ബഹളം കേട്ട നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും യുവതി സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞെത്തിയ കുറ്റ്യാടി പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിൽ സ്വർണ്ണമാല വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ കണ്ടെത്തിയിരുന്നു. നടൻ റിയാസ് ഖാനിൽ നിന്ന് മോശം അനുഭവമുണ്ടായി, വെളിപ്പെടുത്തി യുവനടി. സിനിമാ നടൻ റിയാസ് ഖാനെതിരെയും ഗുരുതര ആരോപണം. നടൻ റിയാസ് ഖാനിൽ നിന്ന് മോശം അനുഭവമുണ്ടായെന്ന് യുവനടി രേവതി സമ്പത്ത് വെളിപ്പെടുത്തി. ഫോണിൽ റിയാസ് ഖാൻ അശ്ലീലം പറഞ്ഞുവെന്ന് നടി രേവതി സമ്പത്ത് വ്യക്തമാക്കി. സഹകരിക്കുന്ന കൂട്ടുകാരികളുണ്ടെങ്കിൽ തന്നോട് പറയണമെന്നും റിയാസ് ഖാൻ ആവശ്യപ്പെട്ടതായി രേവതി സമ്പത്ത് പറഞ്ഞു. നടിയുടെ പരാതിയിൽ കേസെടുത്താൽ അതിനെ നേരിടേണ്ടത് സിദ്ദിഖാണ്. സംഘടന കേസിന് പിന്തുണ നൽകേണ്ടതില്ലെന്നും ജഗദീഷ്. ആരോപണ വിധേയർ അധികാര സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ലെന്ന് അമ്മ വൈസ് പ്രസിഡന്റ് ജഗദീഷ് പറഞ്ഞു. സിദ്ദിഖിന്റെ രാജി അമ്മ സ്വാഗതം ചെയ്യുന്നു. നടിയുടെ പരാതിയിൽ കേസെടുത്താൽ അതിനെ നേരിടേണ്ടത് സിദ്ദിഖാണ്. അമ്മയെന്ന നിലയിൽ സംഘടന കേസിന് പിന്തുണ നൽകേണ്ടതില്ലെന്നും ജഗദീഷ് പറഞ്ഞു. അമ്മ അവൈലബിൾ എക്സിക്യൂട്ടീവ് ചൊവ്വാഴ്ച ചേരാൻ സാധ്യതയുണ്ട്. പകരം ചുമതല അടക്കമുള്ള കാര്യങ്ങൾ അതിൽ തീരുമാനിക്കും. ആരോപണ വിധേയർ ആരായാലും അധികാര സ്ഥാനത്തുണ്ടാകില്ലെന്നും ജഗദീഷ് വ്യക്തമാക്കി.